ഹലോ ഡിയേഴ്സ്, ഇന്ന് ക്രോസ് പീസസ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. നെക്ക് സ്റ്റിച്ച് ചെയ്യാനാണ് നമ്മൾ ക്രോസ് പീസസ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഞാനൊരു സാരി ബ്ലൗസിന് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തെടുത്ത ക്രോസ് പീസുകളാണ്. ഇതുപോലെ ചരിച്ചാണ് ക്രോസ് പീസസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്ലോത്ത് ഇതുപോലെ നന്നായിട്ട് വലിയും. അപ്പോൾ നെക്കിൻ്റെ ഏത് പൊസിഷനിലേക്കും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. ക്രോസ് പീസസിൻ്റെ എഡ്ജസ് ഇതുപോലെ ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഈ ഒരു ചരിഞ്ഞ വശവും അടുത്ത ക്ലോത്തിൻ്റെ ഈ ചരിഞ്ഞ വശം ഓപ്പോസിറ്റ് സൈഡിലേക്കാക്കി ഇതുപോലെ വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇങ്ങനെ വെച്ചിട്ട് ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ കൂടെ 2 പീസും കൂടി ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാനിത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഒറ്റ പീസായിട്ട് നല്ല നീറ്റായിട്ട് വരും. ഇപ്പോൾ ഞാൻ എല്ലാ പീസസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ റൗണ്ട് ആദ്യം എത്രയാണെന്ന് നോക്കിയിട്ട് അത്രയും ഇഞ്ച് നീളത്തിലാണ് നമ്മൾ ഈ പീസസ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഓരോ പീസസും തമ്മിൽ ഇതുപോലെ ജോയിൻ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ പീസസ് ഇതുപോലെ നന്നായിട്ട് വലിയും, പക്ഷേ സ്ട്രെയിറ്റ് പീസസ് ഇതുപോലെ വലിയില്ല. ഇതിങ്ങനെ 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടാണ് നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.